ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 93-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നാം ഈ ക്ലാസ്സിൽ ചിന്തിക്കുന്നത് ഭൂമിയിലെ ദൈവരാജ്യം. ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട്. എങ്ങനെ അത് നിർവചിക്കാം? ദൈവം ഒരുവരിൽ വസിച്ചാൽ അവൻ ദൈവരാജ്യത്തിൽ ആകുന്നു. ദൈവം ഒരു കുടുംബത്തിൽ ദൈവം വസിച്ചാൽ ആ കുടുംബം ദൈവരാജ്യമാകുന്നു. ദൈവം വസിക്കണമെങ്കിൽ ചില പ്രമാണങ്ങൾ ഉണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ദൈവം ഒരു കുടുംബത്തെ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊള്ളുന്നു. ഒരു സഭയിൽ അവിടെ ദൈവവചനപ്രകാരം ആരാധിക്കുന്ന ഒരു സത്യാരാധന സഭയാണെങ്കിൽ അവിടെ ദൈവരാജ്യം ഉണ്ടായിരിക്കും. മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്കൊക്കെ വളരെ സുപരിതമായ വേദഭാഗമാണ്. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. അതാണ് ദൈവനാമത്തിൽ കൂടി വരുന്നിടത്ത്. 1 കൊരിന്ത്യർ 3:16 പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന്റെ മന്ദിരം എന്നത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. ആത്മാവിലും കൃപയിലും നിറഞ്ഞിരിക്കുന്നതാണ് ദൈവരാജ്യം. വളരെ ശ്രദ്ധേയമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ദൈവരാജ്യത്തിലുള്ള അംഗങ്ങൾക്ക് കൃപകൾ ഉണ്ടായിരിക്കണം. കൃപാവരമല്ല, കൃപകളെ. ഇതിന് രണ്ടാണ്. 1, പരസ്പരമായി സ്നേഹിക്കണം, അന്യോന്യം സ്നേഹിക്കണം. ഐക്യത. ഒരു സഭയുടെ, ഒരു കുടുംബത്തിന്റെ വളർച്ച ഐക്യതയാണ്. ഏത് കുടുംബത്തിലും ഐക്യത ഇല്ലെങ്കിൽ അത് വളരുകയില്ല. സഭയിൽ ഐക്യതയുണ്ടോ വളരും, ഐക്യതയില്ലേ വളരുകയില്ല. കൂട്ടായ്മ ഒരു വിലപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുടുംബത്തിലും കൂട്ടായ്മയുണ്ടായിരിക്കണം. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കത്തക്കവണ്ണം ഒരു മനസ്സോടുകൂടി ആരാധിക്കണം. സഹകരണം അതേറ്റവും പ്രധാനമായൊരു കാര്യമാണ്. താഴ്മ അത് പലർക്കും നഷ്ടപ്പെട്ട് കഴിഞ്ഞുവോ? നമ്മുടെ കർത്താവിൻ്റെ താഴ്മയെ പറ്റി വിവരിച്ചാൽ എൻ്റെ ഈ ക്ലാസിന്റെ സമയത്തിനകം ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. താഴ്മയാണ് ഒരു മനുഷ്യനെ ഏറ്റവും അത് ഉയർത്തുന്നത്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിജീവിതം താഴ്മയുള്ളവനെ ദൈവം കടാക്ഷിക്കും. ഉന്നത ഭാവവും നികള സ്വഭാവമുള്ളവനെ ദൈവം വെറുക്കുന്നു. വിനയം, ഇത് കൃപകളിൽപ്പെട്ടതാണ്. വിനയം, കരുതൽ, ഇവ ദൈവരാജ്യത്തിലുള്ള
ദൈവജനത്തിന്റെ പ്രത്യേകതകൾ ആകുന്നു ദൈവത്തിന് മഹത്വം. ഒരുവൻ സ്നാനപ്പെട്ടത് കൊണ്ട് അവൻ ദൈവരാജ്യത്തിന്റെ അംഗമാകുമെന്ന് വിചാരിക്കണ്ട. സ്നാനപ്പെടുന്നത് അത് വേറൊരു വിഷയമാണെങ്കിലും ദൈവത്തോടെ ചേരുന്നതിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ്. അതുകൊണ്ട് അവസാനിക്കാൻ പാടില്ല. ജീവിത വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിച്ചാൽ മാത്രമേ ആ സ്നാനത്തിന് വരെയുള്ളൂ. ദൈവരാജ്യത്തിന്റെ അംഗങ്ങൾ ആകണമെങ്കിൽ വിശുദ്ധിയും വേർപാടും ത്യാഗവും എല്ലാ കാര്യങ്ങളും ഉള്ള വ്യക്തികളായിരിക്കണം. ഇവിടെ ദൈവരാജ്യത്തിലെ ഒരു പൗരൻ, ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്, ആകണമെങ്കിൽ വചനത്തിലെ ഉപദേശങ്ങളിലും കൽപ്പനകളിലും പ്രമാണിച്ചേ മതിയാകുള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഓർപ്പിച്ചതാണ്, ഇവിടുത്തെ ദൈവരാജ്യത്തിലെ ഭൂമിയിലെ ദൈവരാജ്യത്തിലെ പൗരന്മാർക്ക് മാത്രമേ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം പൗലോസ് പറയുന്നൊരു കാര്യമാണ്. ഇവിടുത്തെ പൗരത്വങ്ങളൊക്കെ മരണത്തോടുകൂടി പൗരത്വം ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. എന്താ അതിന്റെ വില നമുക്ക് പറയാൻ പറ്റുകയില്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അതിന്റെ വില എന്താണെന്നൊന്ന് പുറകോട്ട് ചിന്തിക്കണം. എന്തേ? നമുക്ക് വേണ്ടി ഈ പൗരത്വത്തിന്റെ അവകാശത്തിന് വേണ്ടി ഒരാളെ വില കൊടുത്തു. പണമല്ല കൊടുത്തത്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തന്റെ ജീവനെ സഭയ്ക്ക് വേണ്ടി നൽകി. തന്റെ രക്തം മുഴുവൻ മാനവജാതിക്ക് വേണ്ടി ദൈവം കാൽവരിയിൽ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി പിതാവിന്റെ മുമ്പിൽ ദൈവം യാഗമായി തീർന്നു. ദൈവരാജ്യത്തിൽ ആർക്കൊക്കെ പ്രവേശിക്കാൻ ജാതി വ്യത്യാസമില്ല. ഏതു മതമായിരുന്നാലും ഏതു വർഗമായിരുന്നാലും ഏതു കളറായിരുന്നാലും ഭാഷ ഏതായിരുന്നാലും അതൊന്നും ബാധകമല്ല. സത്യസുവിശേഷം അനുസരിക്കുന്ന ഏവർക്കും ദൈവരാജ്യത്തിൽ അംഗങ്ങളാകാൻ സാധിക്കും. എൻ്റെ ചെറിയ ക്ലാസ് വിശ്വാസികൾ മാത്രമല്ല, പല ആളുകൾ ഇത് ശ്രദ്ധിക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അതുകൊണ്ട് ആ നിലയിൽ കൂടെയും ക്ലാസ് എടുക്കുന്നത് എന്നെ ഓർപ്പിച്ചു കൊള്ളുകയാണ്. അനവധി ആളുകൾ യേശുവിനെ അറിയണം. എൻ്റെ ക്ലാസിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം ഒന്ന്, ദൈവമക്കൾ വിശുദ്ധിയോടും വേർപാടുകളോടെ നിത്യതയിൽ പോകുവാൻ ശ്രമിക്കണം. പാപികളായിരിക്കുന്ന ആളുകൾ ദൈവവചനം അറിഞ്ഞ് രക്ഷിതാവിനെ കണ്ടുമുട്ടണം എന്നുള്ള ഏക ആഗ്രഹമാണ്. എന്നും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഹൃദയത്തിനകത്തു നിന്ന് വരുന്ന വാക്കുകളാണ്. ഭാരതത്തിന് ഉണർവിന് വേണ്ടി ഞാൻ നീണ്ട നാളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും ഞാൻ ഇപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു വലിയ ഉണർവ് ഉണ്ടാകാൻ പോകുന്നു. അതിനുവേണ്ടി നിങ്ങൾ അംഗമാകുക, പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.